നിങ്ങളിപ്പോൾ ഈ കാണുന്നത് മലമ്പ്രദേശത്തെ മുളക്കാടുകളിലും മറ്റും കാണാറുള്ള ചിത്രാങ്കൻ മരംകൊത്തിയാണ്. ഇംഗ്ലീഷിൽ ഇതിനെ ഹേർഡ് സ്പോട്ടഡ് വുഡ്പെക്കർ എന്നാണ് വിളിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് ക്ലാസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഇത് പിസിഡേ ഫാമിലിയിലെ ഹെമിസർക്കസ് ക്യാനൻറ്റെ എന്ന് പറഞ്ഞൊരു സ്പീഷീസാണ്. ആദ്യം ഞാൻ പറമ്പിക്കണ നടന്നു പോകുമ്പോൾ ഒരു പക്ഷിക്കുഞ്ഞിരിക്കണ മാതിരിയാണ് തോന്നിയത്. പിന്നെ അടുത്ത് നിന്ന് നോക്കിയപ്പോഴാണ് നല്ല ബെക്കാം സ്റ്റൈലിൽ മുടിയൊക്കെ ചീകിയ മരംകൊത്തിയാണെന്ന് മനസ്സിലായത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ മരംകൊത്തി ഇതിൻ്റെ മെയിലാണ്. ഇതിൻ്റെ ഫീമെയിലും ഇവിടെ തന്നെയുണ്ട്. അത് ഈ വീഡിയോയുടെ പിന്നീടുള്ള ഭാഗത്ത് കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരി ബെക്കാം ഫാൻ അല്ലെന്ന് തോന്നുന്നു. പിന്നെ നെറ്റിയിലൊക്കെ വലിയ വെള്ള പൊട്ടൊക്കെ തൊട്ടാണ് നടക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അകത്ത് കാണുന്ന രണ്ട് കമ്പിമാരി കാണുന്നത് അത് ജനലല്ല, അത് കപ്പയുടെ ഇലയുടെ തണ്ടാണ്. ആളിരിക്കുന്നതാണെങ്കിൽ ഒരു മൾബറി മരത്തിലാണ് കേട്ടോ. ചെറിയൊരു ഒച്ച എനിക്ക് കേട്ടാൽ തന്നെ ഇത് പറന്നു പോകും. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ പതുക്കെയാണ് ഇതിൻ്റെ അടുത്തേക്ക് വന്നത്. സാധാരണ മരംകൊത്തി വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ സൈസിലുള്ള ഒരു പക്ഷിയാണിത്. ഇനി ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഒരു വലിയ തലപ്പൂവും മെലിഞ്ഞ കഴുത്തും വട്ടത്തിൽ വീതിയുള്ള വാലോടും കൂടിയ ഈ ഒരു ചെറിയ കുഞ്ഞ് കറുത്ത മരംകൊത്തിയാണ്. പക്ഷെ കറുത്താന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് പെണ്ണും ആണും അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട്. പക്ഷെ പെണ്ണ് ഒരു സ്റ്റെപ്പ് കൂടി കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സാധാരണ ഇതിനെ വളഞ്ഞ ദുർബലമായ മരക്കൊമ്പുകളിലും ശിഖരങ്ങളിലും മുളങ്കൂട്ടത്തിലൊക്കെയാണ് ഇതിനെ കണ്ടുവരുന്നത്. ഇതിപ്പോൾ കാണുന്നത് മൾബറി മരത്തേലാണ്. അപ്പോൾ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ഒരു ശബ്ദം കൂടെ കേൾക്കാം, ട്വീ ട്വീ എന്ന് പറഞ്ഞിട്ട്. അത്രയും കുഞ്ഞ് ചെറിയ സൗണ്ട് നോട്ട്സ് ആണ് ഇവർക്കുള്ളത്. ഇനി ഇതിൻ്റെ ഒരു നേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യ, ബംഗ്ലാദേശ്, മ്യാൻമാർ, തായ്ലാൻഡ്, ലാവോസ്, കംബോഡിയ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളാണ്. ഇന്ത്യയിൽ മെയിനായിട്ടും വെസ്റ്റേൺ ഗാർഡ്സിലും ഹിമാലയാസിലും പിന്നെ സെൻട്രൽ ഇന്ത്യയിലൊക്കെയാണ് ഇതിനെ കണ്ടുവരാറ്. ഇവിടെ തന്നെ ഇത് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് മോയിസ്റ്റ്, ഡെസിഡ്യൂസ് ആൻഡ് ട്രോപ്പിക്കൽ ലോലാൻഡ് ഫോറസ്റ്റിലാണ്. ഈ വീഡിയോ ഇപ്പോൾ എടുത്തേക്കുന്നത് കേരളത്തിലെ വെസ്റ്റേൺ ഗാർഡ്സിനോട് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ഏരിയയിലാണ്. ഇതിൻ്റെ ഒരു ഡയറ്റ് ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ കൂടുതലായിട്ടും കഴിക്കുന്നത് പ്രാണികളെയാണ്. മെയിനായിട്ട് ഈ ഉറുമ്പുകളെയും ചിതലുകളെയും പിന്നെ ചെറിയ ലാവാസിനെ ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂമ്പാറ്റയുടെ ഒക്കെ ലാർവ ആയിരിക്കും. ആൾ കാണാൻ ഒരു കുട്ടികളുടെ പാവ പോലെയൊക്കെ തന്നെ ഇരിക്കുമെങ്കിലും ഇതിൻ്റെ ഒരു അജിലിറ്റി എന്ന് പറയുന്നത് റിമാർക്കബിൾ ആണ്. വളരെ പെട്ടെന്ന് ഈ ദുർബലമായ ചില്ലകളിലേക്കൊക്കെ പിടിച്ച് കയറി മരക്കൊമ്പിലൊക്കെ കയറി അവിടെ ടാപ്പ് ചെയ്ത് അതിൻ്റെ അകത്തുനിന്ന് ഇൻസെക്റ്റിനെ പുറത്ത് അടിച്ച് അതിന് ഇത്തരം പെസ്റ്റുകളെ പുറത്ത് ചാടിക്കുന്നത് തന്നെ പ്ലാന്റേഷൻസിനൊക്കെ വളരെ നല്ലതാണ്. അല്ലെങ്കിൽ പ്ലാന്റേഷൻസിലെ മരങ്ങൾ കേടാവാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇത് വളരെ ഉപകാരപ്രദമായ ഒരു കിളിയാണ്. ഇതിൻ്റെ പ്രെഡേറ്റേഴ്സ് എന്തൊക്കെ ജീവികളാണെന്നോ അത് ഇതെങ്ങനെയാണ് രക്ഷപ്പെടുന്നത് എന്നുള്ളതൊന്നും തന്നെ വലിയ കാര്യമായിട്ട് ഡോക്യുമെന്റഡ് അല്ല. പക്ഷേ ഇത് ഞാൻ കണ്ടെടുത്തോളം വെച്ചിട്ട് ഇതിൻ്റെ കോൾസ് ഉണ്ട്. അതായത് നമ്മളുടെ ഒരു അനക്കം കേട്ടാൽ തന്നെ, എവിടെയെങ്കിലും ഒരു അനക്കം കേട്ടാൽ തന്നെ ഇതിൻ്റെ ഒരു കിളി എന്തെങ്കിലും ഒരു ശബ്ദം ഉണ്ടാക്കും. അത് വെച്ചിട്ട് രണ്ട് കിളികളും പറഞ്ഞു. ഇവിടെ കാറ്റൊക്കെ വരുമ്പോഴേക്കും നല്ല കരിയിലയുടെ അനക്കമൊക്കെ വരുമ്പോഴാണ് ഞാൻ പയ്യെ അവിടം വരെ എത്തിയത്. ഇപ്പോൾ നിങ്ങൾ ആ കേട്ട ക്വീ ക്വീ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ആ ഒരു കോള്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇതിനെ കൂടുതലായിട്ടും കാണുന്നത് മുളങ്കാട്ടിലൊക്കെ ആണ് എങ്കിൽ ഇതിന് നന്നായിട്ട് ക്യാമഫ്ലേജ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അതുകൂടാതെ ഈ മൾബറി മാതിരിയുള്ള വളരെ ബുഷി ആയിട്ടുള്ള മരങ്ങളിലൊക്കെയാണ് ചെന്നിരിക്കണമെങ്കിലും ഇതിനെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി ഇതിൻ്റെ ലൈഫ് സൈക്കിൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടണൽ പോലെയാണ്. അതായത് ഡെഡ് ആയിട്ടുള്ള മരങ്ങളിൽ പൊത്തുണ്ടാക്കിയാണ് ഇത് കൂട് കൂട്ടുന്നത്. ഇതിൻ്റെ ആ പൊത്തിലേക്കുള്ള ആ ഒരു എൻട്രൻസ് വളരെ ചെറുതായിരിക്കും. പിന്നെ ഒരു 20 സെൻറ്റിമീറ്റർ ഡെപ്താണ് ആ ഒരു മൊത്തത്തിൽ ആ കൂടിന് കാണുള്ളൂ. 2 to 3 മുട്ടകളാണ് ഇവരിടുന്നത്. അത് തന്നെ നല്ല വെള്ള കളറിലുള്ള മുട്ടകളാണ് ഇവരിടുന്നത്. ഇവരുടെ മൊത്തം ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒരു 3.5 വർഷം വരെയാണ്. ഇതിന്റെ കൺസർവേഷൻ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ ഇത് IUCN ലീസ്റ്റ് കൺസേണിലാണ് ഇവരെ പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഇവരുടെ പോപ്പുലേഷൻ വളരെയധികം ഡിക്ലൈനിങ് ആണ്. അതുകൊണ്ട് തന്നെ മാക്സിമം ഇവർ ഉപദ്രവിക്കാതിരിക്കുക, ശല്യപ്പെടുത്താതിരിക്കുക. ഇവരുടെ ഒരു എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നാച്ചുറൽ പെസ്റ്റ് കൺട്രോളർ ആണ്. ഇവരുടെ ആ മരത്തിൽ പൊത്തുണ്ടാകുന്ന സ്വഭാവം വേറെ സ്പീഷീസുകൾക്ക് ഒരുപാട് ബെനിഫിഷ്യൽ ആണ്. ഇതിൻ്റെ കൾച്ചറൽ സിഗ്നിഫിക്കൻസ് പറയുകയാണെങ്കിൽ അത് കേരളത്തിലല്ല കിടക്കുന്നത്, അങ്ങ് റോമിലാണ് കിടക്കുന്നത്. അപ്പോൾ റോമൻ മിത്തോളജി വെച്ചിട്ട് കൊത്തികളുടെ രാജാവായ പിക്കസിൻ്റെ വൈഫ് കാനൻസ് ഒരു സ്വീറ്റ് വോയിസ് നിംഫായിരുന്നു. അപ്പോൾ പുള്ളിക്കാരിയുടെ വോയിസിൻ്റെ അത്രയും തന്നെ സ്വീറ്റ് ആണ് ഇതിൻ്റെ വോയിസ് എന്നുള്ളത് കൊണ്ടാണ് ഇതിന് ആ പേര് കിട്ടിയത്. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.